ഇവിടെ ഇവൾ ആദ്യമായിട്ട് കോളേജിലേക്ക് വരികയായിരിക്കും. ആ സമയം ഇവളെ കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കണ്ടോടനെ ഇഷ്ടമാവുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അധികം ആരോടും സംസാരിക്കാത്ത അധികം ഫ്രണ്ട്സും ഇല്ലാത്ത ഇൻട്രോവേർട്ട് ആയിരിക്കും. അതേസമയം അവളാണെങ്കിൽ ഇവന്റെ ക്ലാസ്സിലേക്ക് തന്നെ ക്ലാസ്മേറ്റ് ആയിട്ടും വരികയാണ്. പക്ഷെ ഇവനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല. എന്നാൽ അതേസമയം അവൾക്ക് പോലും അറിയാതെ അവളുടെ പിന്നാലെ നടന്ന അവൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കുന്നുണ്ടാവും. അങ്ങനെ ദിവസങ്ങൾ പോകുന്തോറും ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരുത്തിന് അവളോട് ക്ലോസ് ആവുകയാണ്. അധികം വൈകാതെ ഒരു ലവേഴ്സ് ആയിട്ട് മാറും. പക്ഷെ ഇതെല്ലാം കാണുന്ന ഹീറോയ്ക്കാണെങ്കിൽ അത് സമ്മതിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ദിവസങ്ങൾ പോകുന്തോറും അവർ ക്ലോസ് ആയിക്കൊണ്ടേ വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവന്റെ മേലെ ദേഷ്യപ്പെടുന്ന ഹീറോ ആണെങ്കിൽ അവനെ കോളേജിൽ വെച്ച് തല്ലിയാണ്. പക്ഷെ അതിനുശേഷം ഇവൻ ആർക്ക് വേണ്ടി അവനെ തല്ലി അവൾ തന്നെ അവനോട് ദേഷ്യപ്പെടുകയാണ്. അവളാണെങ്കിൽ ലവറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങാൻ ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നം കാരണം അവൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു പോകുകയാണ്. ഡോക്ടറിന് പഠിക്കുന്ന ഹീറോയ്ക്ക് മരിച്ചെടുക്കുന്ന അവളെ കാണുമ്പോൾ ഫീലിംഗ്സ് വരുന്നുണ്ടാവും. ഇവൻ അവളെ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് മോർച്ചറി ഗാർഡ് വരികയാണ്. പക്ഷെ അയാളാണെങ്കിൽ ഇവനേക്കാളും വലിയ സൈക്കോ ആയിരിക്കും. മോർച്ചറിയിലേക്ക് വരുന്ന ഡെഡ് ബോഡീസിനോട് ഫിസിക്കലായിട്ട് ഇരിക്കുന്നവനായിരിക്കും. ഹീറോയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്ന അയാളാണെങ്കിൽ ഇവളുടെ മേലുള്ള ആശ മുഴുവൻ തീർക്കാനായിട്ട് ഒരു ചാൻസ് കൊടുക്കുകയാണ്. പക്ഷെ ആ സമയം അവിടെ വരുന്ന ഒരു പെണ്ണാണെങ്കിൽ ഹീറോ മോർച്ചറിയിൽ അവളുടെ ഡെഡ് ബോഡിയുടെ കൂടെ ഫിസിക്കലായിട്ട് ഇരിക്കുന്നത് കാണുകയാണ്. സോ ഇവളാണെങ്കിൽ ഈ കാര്യം വേഗം പോയി ഫ്രണ്ട്സിനോട് പറയാണ്. അങ്ങനെ കോളേജ് മാനേജ്മെന്റ് ഇവനെ ഡീബാർ ചെയ്യും. അങ്ങനെ അതിനുശേഷം അതുവരെ ഹീറോ ആയിരുന്ന ഇവനാണെങ്കിൽ അവസാനം ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെ കൊന്ന ശേഷം റേപ്പ് ചെയ്യുന്ന സൈക്കോ ആയിട്ട് മാറും. ഇവിടെ ശരിക്കും ഹീറോ ഒരു വില്ലനായിട്ട് മാറാൻ ആരെ കാരണം കമന്റ് ചെയ്യുക.